ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ദൈവിക രഹസ്യം എങ്ങനെ ഞാൻ അനുഭവിച്ചറിഞ്ഞു എന്നതിനെ പറ്റിയാണ്. ജീവനുള്ള ഏകസത്യദൈവമായ യേശുക്രിസ്തുവിനെയും പിശാച് എന്ന യാഥാർത്ഥ്യത്തെയും പിശാചിൻ്റെ അനുഭവിച്ചറിഞ്ഞ ഞാൻ ഈ ദൈവിക രഹസ്യം ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വ്യക്തികളോടും ഞാൻ ആ സമയങ്ങളിൽ പറയുമായിരുന്നു. യഥാർത്ഥത്തിൽ എൻ്റെ സന്തോഷം കൂടുതൽ കാരണമാണ് ഞാൻ അത്തരത്തിൽ പറഞ്ഞിരുന്നത്. ഞാൻ അനുഭവിച്ചറിഞ്ഞത് മറ്റുള്ളവർ കൂടി അറിയണം എന്ന സന്തോഷത്താലാണ് ഞാൻ ആ സമയങ്ങളിൽ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ വ്യക്തികളോടും ഏതെങ്കിലും സാഹചര്യത്തിൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ അവസാനം ചെന്നെത്തുന്നത് ഈ ദൈവിക രഹസ്യം വെളിപ്പെടുത്തിക്കൊണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ ഞാനല്ല, എന്നിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് എനിക്കൊരു വീടിൻ്റെ കോൺട്രാക്റ്റ് വർക്ക് ലഭിക്കുന്നതും ഞാൻ വർക്ക് ചെയ്യുന്നതും. അതിൻ്റെ സൺഷെയ്ഡ് വാർക്കുന്ന അവസരങ്ങളിൽ എൻ്റെ മേസ്ത്രിയും അവരുടെ പണിക്കാരും 3 പണിക്കാരും അവിടെ വർക്ക് ചെയ്യുമ്പോൾ അവരോട് ഞാൻ ഈ ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തി, ജീവനുള്ള ഏക സത്യദൈവത്തെയും പിശാച് എന്ന യാഥാർത്ഥ്യത്തെയും കുറിച്ച്. ആ 4 പേരും യഥാർത്ഥത്തിൽ ഹിന്ദു സഹോദരങ്ങളായിരുന്നു. ആ മേസ്ത്രി എന്നോട് പറഞ്ഞു, താഴെയുള്ള ഒരു വ്യക്തിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ വ്യക്തിയെ നീ നന്നാക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാം, നീ പറയുന്ന യേശുവാണ് ജീവനുള്ള ഏക സത്യദൈവമെന്ന്. ആ മേസ്ത്രിയോട് ചോദിച്ചു, ആ വ്യക്തിയുടെ പ്രശ്നം എന്താണ് എന്ന്. ഞാൻ നോക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ മാന്യമായി വർക്ക് ചെയ്യുന്ന ഒരു ലേബറാണ് ആ വ്യക്തി. എല്ലാവരെക്കാൾ കൂടുതൽ സൈറ്റിൽ ഒന്നും സംസാരിക്കാതെ അദ്ദേഹം രാവിലെ വന്ന് ആ മേസ്ത്രിക്ക് വേണ്ട പലകകളും മറ്റ് സാധനങ്ങളും എടുത്തു കൊടുത്ത് ആ മേസ്ത്രിയെ മിണ്ടാതെ സഹായിക്കുന്ന ഏക വ്യക്തി ആ വ്യക്തി മാത്രമായിരുന്നു. ബാക്കി 3 പേരും പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ വ്യക്തിയാണെങ്കിൽ രാവിലെ വന്നപാട് സംസാരമൊന്നുമില്ല, നേരെ പോയി വർക്ക് മാത്രം ചെയ്യും. അപ്പോൾ ആ മേസ്ത്രി പറഞ്ഞു, ഇവന് വൈകുന്നേരമാകുമ്പോൾ ഇവൻ്റെ കൂലി കൊടുക്കണം. കൂലി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നേരെ പോകുന്നത് മദ്യം വാങ്ങാനാണ്. മദ്യം വാങ്ങിക്കഴിഞ്ഞാൽ മദ്യം കഴിച്ച് പിന്നെ ആകെ പ്രശ്നമാണ്. ഇവൻ ടൗണിലെത്തിയാൽ ടൗണിൽ ആരെങ്കിലുമായി സംസാരിക്കുകയും പിന്നീട് പലപ്പോഴും വഴക്കാവുകയും ചെയ്യാറുണ്ട്. വീട്ടിലാണെങ്കിൽ ചിലപ്പോഴൊക്കെ എത്താറില്ല. എന്നാൽ ഇദ്ദേഹത്തെ മാത്രം കൂട്ടുവാനായി അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദറെ അദ്ദേഹത്തിൻ്റെ അമ്മ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആ വ്യക്തിയെ കൂട്ടിക്കൊണ്ടുപോയാൽ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് പണം കൊടുക്കും. അത്തരത്തിൽ ഏർപ്പാട് വരെ ചെയ്തിട്ടുണ്ട്. എത്തിയാൽ തന്നെ അദ്ദേഹം അവിടെ വലിയ ബഹളമുണ്ടാക്കുകയും സാധനങ്ങളെല്ലാം അടിച്ചു പൊളിക്കുകയും വാഹനങ്ങളെല്ലാം അടിച്ചു പൊളിക്കുകയും അതിഭയങ്കരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ വളരെയധികം ബഹളം വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ പിണങ്ങിപ്പോയത് കൊണ്ടാണ് ഞാൻ ഇത്തരത്തിൽ പെരുമാറുന്നത് എന്ന്. ഞാൻ അപ്പോൾ ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ എന്താണ് കാരണമെന്ന്. അദ്ദേഹം പറഞ്ഞു, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭാര്യയുമായി ഏതോ ഒരു കള്ളുഷാപ്പിൽ പോയി വെള്ളം അടിച്ചതിന് ശേഷം അവിടെ വലിയ ബഹളമുണ്ടാവുകയും അതിനുശേഷം ഭാര്യ പിണങ്ങിപ്പോവുകയുമാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ പ്രശ്നം മദ്യപാനം തന്നെയായിരുന്നു. ഈ മദ്യപാനം കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം പൂർണ്ണമായി നശിക്കപ്പെട്ടത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ജീവനുള്ള ഏക സത്യദൈവമായ യേശുക്രിസ്തുവിനെയും പിശാച് എന്ന യാഥാർത്ഥ്യത്തെയും കുറിച്ച് വ്യക്തമായും വെളിപ്പെടുത്തി നൽകി. അപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് യേശുവിനെ നന്നായി അറിയാം, യേശുവിനെ വലിയ ഇഷ്ടമാണ്. എന്നെ നന്നാക്കുവാനായി എൻ്റെ ഭാര്യയും എൻ്റെ അമ്മയും പോട്ട ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കല്യാണം കഴിഞ്ഞ പാട് കൊണ്ടുപോയിട്ടുണ്ട് 1-2 പ്രാവശ്യം. ഞാൻ അവിടെ പോവുകയും എന്നാൽ എനിക്ക് 1-2 ദിവസത്തിലധികം നിൽക്കാൻ അവിടെ സാധിക്കുകയില്ല. ഞാൻ അവിടെ നിന്ന് കടന്നു കളയുകയും മദ്യപിക്കുകയും ചെയ്യും. അതുകൊണ്ട് യേശുവിനെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം, യേശുവിനെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഞാൻ പ്രയറിന് പോകുമ്പോഴൊക്കെ അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. അദ്ദേഹം എല്ലാ സമയങ്ങളിലും ഞാൻ പ്രയറിന് വരാമെന്ന് പറയുകയും എന്നാൽ സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പുള്ള വെള്ളിയാഴ്ചയാകുമ്പോൾ അദ്ദേഹം സ്വിച്ച് ഓഫ് ചെയ്യുകയും പിന്നെ കോൾ എടുക്കില്ല. അതുവരെ അദ്ദേഹം കോൾ എടുക്കുമായിരുന്നു. എന്നാൽ സെക്കൻഡ് സാറ്റർഡേക്ക് മുമ്പ് പ്രയറിന് മുമ്പുള്ള ദിവസം സ്വിച്ച് ഓഫ് ആവുകയും പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുകയുമില്ല. ഇത്തരത്തിലാണ് സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വ്യക്തിയല്ല, ആ വ്യക്തിയിലൂടെ പിശാചാണ് അത്തരത്തിൽ പെരുമാറുന്നത്. അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് യേശുവിനെയൊക്കെ. പക്ഷേ
അദ്ദേഹത്തിന് പ്രയറിന് എത്തിച്ചേരാനുള്ള സാഹചര്യം അദ്ദേഹത്തിന് ലഭിക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉപബോധ മനസ്സിലൂടെ പിശാച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം എല്ലാ സമയങ്ങളിലും യേശുവിനെ കൈക്കൊള്ളുവാനും യേശുവിനെ കുറിച്ച് കേൾക്കാനും ഇഷ്ടമാണ്. പക്ഷേ പ്രയറിലേക്ക് എത്താൻ അദ്ദേഹത്തിന് പറ്റിയിരുന്നില്ല. ഒരു ദിവസം നമ്മുടെ സൺഷെയ്ഡിൻ്റെ വാർപ്പ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് സെക്കൻഡ് സാറ്റർഡേ. ഞാൻ ആ പ്രയറിൽ എൻ്റെ വണ്ടിയെടുത്ത് പോകുന്ന സമയങ്ങളിൽ വഴിയിൽ വെച്ച് ഞാൻ ആ വ്യക്തിയെ കാണുകയും ആ വ്യക്തിയോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ പ്രയറിന് വരികയാണെങ്കിൽ യേശു നിങ്ങളെ പൂർണ്ണമായും വിടുതൽ നൽകുമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് എനിക്ക് എന്തായാലും വരുവാൻ സാധിക്കില്ല. അതിന് കാരണം ഇന്നലെ കോൺക്രീറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിന് സിമൻ്റ് അലർജി ആയതിനാൽ മുറിവ് പറ്റുകയും വളരെയധികം വേദനയുമുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ക്വാർട്ടർ മദ്യമുണ്ട്. ഞാൻ ഭവനത്തിലേക്ക് പോവുകയാണ്. 2 പെഗ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ സമാധാനമുണ്ടാവുകയുള്ളൂ, വേദന കുറയുകയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾ മദ്യം കഴിക്കേണ്ട, നിങ്ങൾ എൻ്റെ കൂടെ ഇപ്പോൾ തന്നെ പ്രയറിന് വന്നുകൊള്ളൂ. യേശു നിങ്ങളെ തൊടുകയും നിങ്ങളെ സൗഖ്യമാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കാലിലെ വേദന മാറുകയും അപ്പോൾ അതൊരു സാക്ഷ്യമായി നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, ജീവനുള്ള ഏകസത്യദൈവമാണ് യേശു എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മറ്റൊരു ദിവസം ഞാൻ വരാം, ഇന്ന് ഞാൻ പോവുകയാണ് എൻ്റെ ഭവനത്തിലേക്ക് എന്ന്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ നിന്ന് നടന്നാണ് അദ്ദേഹം പോകുന്നത്. ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വീട് വരെ യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന, യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോയാൽ മതി. അതിനുശേഷം നിങ്ങൾ ഇഷ്ടം പോലെ ജീവിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. മദ്യപിക്കുന്നെങ്കിൽ മദ്യപിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രയർ ചെയ്യാം, ഞാൻ ഇപ്പോൾ പ്രാർത്ഥനയ്ക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നീട് ഞാൻ പ്രയറിന് പോവുകയും അദ്ദേഹത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2 ആഴ്ച കഴിഞ്ഞാണ്. 2 ആഴ്ച കഴിഞ്ഞ് നമ്മുടെ സൺഷെയ്ഡിൻ്റെ പലക ഇളക്കുവാനായി മേസ്ത്രിയും ആ വ്യക്തിയും വന്നപ്പോൾ ആണ് ഞാൻ ആ വ്യക്തിയെ കാണുന്നത്. ആ വ്യക്തിയാണെങ്കിൽ ഷെയ്വൊക്കെ ചെയ്ത് വളരെ സുന്ദരനായി നിൽക്കുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? അദ്ദേഹം എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ മദ്യവുമായി വീട്ടിലേക്ക് പോയി. വീട്ടിൽ വെച്ച് ഞാൻ മദ്യം കഴിക്കാൻ നോക്കുമ്പോൾ എനിക്ക് കുടിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ കുടിച്ചു കഴിഞ്ഞ പാട് പിന്നെ ഛർദ്ദിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഞാൻ കുടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഞാൻ വീണ്ടും ഛർദ്ദിക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ അവശനായിപ്പോയി. ഞാൻ പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങി. പിറ്റേ ദിവസം ഞാൻ എനിക്ക് വീട്ടിൽ വെച്ച് ഒറ്റക്ക് മദ്യപിച്ചത് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് കരുതി പിറ്റേ ദിവസം ഞാൻ ഒരു ഫുള്ളും വാങ്ങി എൻ്റെ 4 സുഹൃത്തുക്കളെയും കൂട്ടി അവരുടെ സൈറ്റിൽ, വേറൊരു പണി സൈറ്റിൽ പോയി അവിടെ വെച്ച് മദ്യപിക്കാമെന്ന് കരുതി എല്ലാവരും ഇരുന്ന് മദ്യപിച്ചു. അവരെല്ലാം മദ്യപിക്കുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഈ മദ്യം കുടിക്കാൻ കഴിയുന്നില്ല. കുടിക്കുമ്പോൾ ഞാൻ ഛർദ്ദിക്കുകയും അവശനാകുകയാണ് ചെയ്തത്. യേശു എന്നെ സ്പർശിക്കുകയും എനിക്ക് മദ്യപിക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു എന്ന് പറഞ്ഞു. ഈ സാക്ഷ്യം അദ്ദേഹം ആ മേസ്ത്രിയോടും മറ്റ് 2 സഹോദരന്മാരും അവരോടും പങ്കുവച്ചു. അപ്പോൾ അവർക്കത് ഗ്രഹിക്കാൻ സാധിക്കുന്നേയില്ല. കാരണം ഒരു ദിവസം കൊണ്ട്, ഒരു നിമിഷം കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറിയിരിക്കുന്നത്. ആ മേസ്ത്രിയാണെങ്കിലും മറ്റു വ്യക്തികളുമാണെങ്കിലും പറഞ്ഞത്, ഈ വ്യക്തിയെ നന്നാക്കിയാൽ ഞങ്ങൾ വിശ്വസിക്കാം, നിന്റെ ജീവനുള്ള ഏകസത്യമായ യേശു ക്രിസ്തുവാണ് ഏക ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കാമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതുപ്രകാരമാണ് ഞാൻ അവരോട് പറഞ്ഞത്, ഈ വ്യക്തി മാറിയിരിക്കുന്നു, ഈ വ്യക്തി മദ്യപാനം നിർത്തിയിരിക്കുന്നു എന്ന്. യഥാർത്ഥത്തിൽ അവർക്കത് ഗ്രഹിക്കുവാനേ സാധിക്കുന്നില്ല. അവരാണെങ്കിൽ ഈ വ്യക്തിയോട് പറയുകയാണ്, ഇവന് ഭ്രാന്താണ്, അതിന് കാരണം ഈ വ്യക്തിയാണ് മദ്യം വാങ്ങിക്കൊണ്ടിരിക്കുകയും പലപ്പോഴും ഇവർ ഒന്നിച്ചാണ് മദ്യപിച്ചിരുന്നതും. പെട്ടെന്ന് ഈ വ്യക്തി ഇങ്ങനെ മാറുമെന്ന് അവർ കരുതുന്നതേയില്ല. അതിനാൽ തന്നെ ആ 3 വ്യക്തികളും ഈ വ്യക്തിയെ പരിഹസിക്കുകയും ഹറാസ് ചെയ്യുകയും ഇവന് ഭ്രാന്താണ്, ഇവന് എന്തൊക്കെയാണെന്ന് ആ സൈറ്റിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അദ്ദേഹത്തെ കളിയാക്കുകയായിരുന്നു. എന്നാൽ ആ വ്യക്തി ഒന്നും മിണ്ടാതെ അതെല്ലാം കേട്ടു നിൽക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൽ യേശുക്രിസ്തുവിൻ്റെ കൃപ ധാരാളമായി ഒഴുകിയിരുന്നു. അതുകൊണ്ടാണ് അവരത്രമാത്രം കളിയാക്കിയിട്ടും അദ്ദേഹം പ്രതികരിക്കാതെ അതെല്ലാം കേട്ടു നിന്നു. വൈകുന്നേരമായപ്പോൾ അദ്ദേഹം എന്നോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനി ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഞാൻ മറ്റൊരു വ്യക്തിയായി മാറിയിരിക്കുന്നു. എനിക്ക് മദ്യപിക്കാൻ കഴിയുന്നില്ല. ഇവർ പറയുന്നതാണെങ്കിൽ എനിക്ക് ഗ്രഹിക്കുന്നുമില്ല, ഞാൻ പറയുന്നതാണെങ്കിൽ ഇവർക്ക് ഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ എന്നാൽ മറ്റു വല്ല ജോലിക്കും മറ്റു മാർഗങ്ങളും ചെയ്യൂ എന്ന്. അദ്ദേഹം പിന്നീട് ഒരു ഓട്ടോ എടുക്കുകയും ഓട്ടോ ഓടിച്ച് ജീവിക്കുകയുമാണ് ചെയ്തത്. ഇന്നും അദ്ദേഹം മദ്യപിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ ജീവിതം ആകെ മാറിയിരുന്നു. ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാണ്. എത്രമാത്രം കെട്ട